അല്ലേ? ജംഗിൾ ബുക്ക് അല്ല, ഹംബിൾ ബുക്കിംഗ് ഏജൻസി. ആ, എന്താണെങ്കിലും കൊള്ളാം. ഞാൻ പിന്നെ വിളിച്ചത് പിന്നെ അല്ലല്ലേ ഇപ്പഴല്ലേ വിളിച്ചേ? ഇപ്പോഴെങ്കിൽ ഞാൻ വിളിച്ച കാര്യം പറയാം. ഞാൻ പാലത്തിങ്കൽ കുമാരി. നിങ്ങളെ കുമാരിയുടെ വാലെ തൂങ്ങിന് ഞാൻ എന്നാ വേണം? അതാണ് ഞാൻ പറഞ്ഞത്, എന്റെ പേരാണത്. ഞാൻ വിളിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഏജൻസിയിൽ നിന്ന് ഒരു പെണ്ണിനെ ഇവിടെ ഹോം നേഴ്സ് ആയിട്ട് വിട്ടിരുന്നു. മാസം 1 തികഞ്ഞില്ല, അവളെ സ്വഭാവം മാറി. ഇനി അവളിവിടെ വച്ച് വളർത്താൻ എന്നെ കൊണ്ട് പറ്റൂല. നിങ്ങൾ മര്യാദക്ക് ഇങ്ങോട്ട് വരണം. അവൾ എന്തൊക്കെയാണ് ഇവിടെ കാണിച്ചു കൂട്ടണമെന്ന് കാണണം. ഓക്കെ ഓക്കെ, ഞാൻ വരാം. വരുന്നത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം പ്ലീസ്. ഓ ശരി ശരി ശരി. ഈ വന്നയാണ് എന്നെ നോക്കാൻ വന്ന എന്റെ ഹോം നേഴ്സ്. ഇവളെ എനിക്കൊന്ന് കാണണമെങ്കിൽ ഞാൻ ഇവളെ സൂക്ഷിച്ചു നോക്കേണ്ട അവസ്ഥയാണ്. നിങ്ങൾക്കറിയാമോ, കഴിഞ്ഞ ദിവസം വീട്ടിന്റെ ഫ്രണ്ടിൽ കൂടെ ഉറുമ്പുകൾ വരിയായിട്ട് അങ്ങ് പോവായിരുന്നു. ഇവൾ എല്ലാ ഉറുമ്പിന്റെ ഫ്രണ്ടിൽ കൂടെ ഞെളിഞ്ഞങ്ങ് നടന്നു. ബാക്കിലുണ്ടായിരുന്ന എല്ലാ ഉറുമ്പും ഇതെന്റെ റാണി ഉറുമ്പാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവളെ പുറകെ വച്ച് പിടിച്ച് വീട്ടിന്റെ ആ തെറിക്കൂടെ ഉണ്ടാക്കി വെച്ചു. എന്റെ പൊന്നമ്മ, അത് ഉറുമ്പുകൾ വഴിതെറ്റി ഒന്നും വന്നതല്ല, സ്വീറ്റ് ആയിട്ട് വന്നതല്ല. എന്റെ വാക്കാത്തിരിക്കണം നീ കേക്കരുത്. ഒരുപാട് അങ്ങ് ദേഷ്യപ്പെടണ്ട. ഇന്ന് രാവിലെ എന്ത് കഴിച്ച്? ഞാൻ ഒരു ഇഡ്ഡലി കഴിച്ചു. എന്റെ ദൈവമേ, ഒരു ഇഡലിയോ? രാവിലെ കഷ്ടപ്പെടുണ്ടാക്കിയത് ഒരു ഇഡലിയാണ് കഴിച്ചത്. രാവിലെ എണീറ്റ് 17 ഗുളിക, അത് ഇറങ്ങാനുള്ള വെള്ളവും കുടിക്കണം. ഞാൻ ഒരു ഇഡലി കഴിച്ചതേ ഭാഗ്യം. നീ ഇങ്ങനെ എന്റെ തീറ്റ കാര്യം മാത്രം ശ്രദ്ധിച്ചാ പോരാ. എനിക്കെന്നും കുളി കഴിഞ്ഞ രാസനാദി പൊടി ഇടുന്ന ശീലം ഉണ്ടെന്ന് എനിക്കറിയാമോ? അറിയാലോ. ഇന്നേ വരെ നീ അതിട്ടോ? എന്നും ഇടുമല്ലോ. എന്നും ഇടോ? എവിടെ? അമ്മ കുളി കഴിഞ്ഞ ശേഷം ഞാൻ ബാത്റൂമിൽ മുഴുവൻ നല്ല മണവാ. കുളിമുറി കൊണ്ടിട്ട് വെച്ചേക്കണ്. അത് കുളിമുറിയിടാനുള്ള സാധനമാണോടി? ഇടി തലയിടാനുള്ള രാസനാദി പൊടി. സത്യം പറയടി, നീ ഹോം നേഴ്സ് ആണോ? നീ അല്ലേ? അല്ലേ? ആണോ? ഈ സംശയം എന്റെ ഏജൻസിക്കാരെ അങ്ങ് വിളിച്ചു നോക്ക്. ആ, ഞാൻ അവരെ വിളിച്ച്. അവരിന്ന് ഇപ്പൊ ഇങ്ങോട്ട് വരാൻ. എത്രയൊക്കെ എടുത്തു തന്നാലും നീയൊക്കെ വിരിക്കൂലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഷ്ടം തന്നെ വേണം നിന്റെ കാര്യം. ഓ, എന്നാലും ഇതുവരെ തീർന്നില്ല. ഇത് ഭാഗ്യം, ഇതെങ്കിലും കറക്റ്റ് ആയിട്ട് വിരിച്ചല്ലേ? കഴിവുണ്ടായിരുന്നേ, അതുകൊണ്ടാണ്. ഇങ്ങനെ വിരിച്ചിടാനാണെന്നുണ്ടെങ്കിൽ അമ്മയ്ക്ക് എന്നെ അങ്ങ് വിരിച്ചിട്ടാ പോരെ. അത് പറ്റൂല, നീയാണിവിടെ ജോലിക്ക് വന്നത്. ഇല്ലെങ്കിൽ കണ്ടോണ്ടോണ നാട്ടുകാര് പറയലേ ഞാൻ നിന്റെ തുണി എനിക്ക് വിളിക്കണമെന്ന്. അയ്യോ, അഭിമാനം തന്നെടി, അഭിമാനം തന്നെ. നീ എന്റെ കൺമുമ്പിൽ നിന്ന് പൊക്കോ. ഏജൻസിക്കാർ വരട്ടോ, അവളെ ഞാൻ അലക്കി പിഴിഞ്ഞ് വിരിക്കണോണ്ട് ഞാൻ. അത് പിന്നെ നിന്റെ മുത്തശ്ശിയാണ് അത്. നിന്റെ അമ്മ പണ്ട് നിന്റെ അച്ഛൻ്റെ കൂടെ ഒളിച്ചോടി പോയോണ്ട് മുത്തശ്ശിയുടെ കൂടെ നിൽക്കാൻ സഹായിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ പണിക്ക് കൂട്ടുന്നത്. എന്റെ കഞ്ഞൂടി മുട്ടിക്കല്ലേ അടി. എന്റെ പൊന്നേച്ചി, ഞാൻ ചേച്ചി പറഞ്ഞോളെല്ലാം ചെയ്തിട്ടുണ്ട്. എന്നാ നീ അമ്മയ്ക്ക് ചക്കപ്പിന് കൊണ്ടുപോയായിരുന്നോ? ചക്കപ്പിന് കൊണ്ടുപോകണമെന്നും പറഞ്ഞപ്പോ എന്റെ ചെപ്പക്കുറ്റി നോക്കിയായിട്ട് ചാളാ. അത് സാരമില്ല, മുത്തശ്ശിയെല്ലാം സഹിച്ചേക്ക്. അമ്മ രാവിലെ എഴുന്നേക്കുമ്പോ ബൂസ്റ്റ് കലക്കി കൊടുക്കാൻ പറഞ്ഞിട്ട് കൊടുത്തോ? അപ്പൊ ഞാൻ പാലി കലക്കി ബൂസ്റ്റ് കുടിക്കും. അത് പോട്ടെ. ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ഗുളിക കൊടുത്തായിരുന്നോ സാറ്? ഞാൻ രാവിലെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ഗുളിക നീ എന്നാ രാവിലെ കൊടുത്തേ? ചേച്ചിക്കറിയാലോ, എനിക്ക് ഉച്ചയ്ക്കുമ്പോ പതിവാന്ന്, അതുകൊണ്ട് മറന്നുകൊണ്ടിരിക്കാൻ രാവിലെ തന്നെ കൊടുത്തു. എന്റെ ദൈവമേ, അവര് വരുമ്പോ ഞാൻ എന്തോ പറയോന്തോ. നീ വന്ന് സത്യം പറയടി, ഇവളാര്? നഴ്സിംഗ് ഹോമാണ്, വല്ല ഹോം നേഴ്സ് ആണ്. എന്തോ അടി നീ പറയുന്നു? അമ്മ, നഴ്സിംഗ് ഹോമിന്റെ അടുത്താണ് വീട്. ആള് ഹോം നേഴ്സ് ആണ്. ഇവളെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അമ്മ, അച്ഛൻ, ചേട്ടൻ. ഓ, ഇവരൊക്കെ എന്ത് ചെയ്യുന്നു? അമ്മ നേഴ്സാണ്, അച്ഛൻ മെയിൽ നേഴ്സാണ്, ചേട്ടൻ ഡിവോഴ്സാണ്. ഈ പറഞ്ഞവരൊക്കെ എവിടെ ഉണ്ട്? അമ്മ യൂറോപ്പാ, അച്ഛൻ എത്തിയോപ്പാ, ചേട്ടൻ ഉഡായിപ്പാ. ഞാൻ പറഞ്ഞില്ലേ ഡിവോഴ്സ് ആണെന്ന്. കുട്ടി പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8 നും 15 ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. നീ നിന്റെ ചേട്ടന്റെ ഉടായ്പ പരിപാടി ഒന്നും ഇവിടെ ഇറക്കണ്ട. ഞാൻ ഒരു കാര്യം പറയാം. എന്റെ മോനും മരുമോളും അങ്ങ് ഗൾഫിലാണ്. കാശ് എന്ന് പറയുന്ന സാധനം അവർക്കൊരു വിഷയമേ ഇല്ല. പട്ടിക്കുട്ടി കിടക്കുന്ന പട്ടിക്കുഞ്ഞിനെ കണ്ടോ? 1.5 ലക്ഷം രൂപയാണ് വില. അപ്പൊ 1.5 ലക്ഷം രൂപയുള്ള പട്ടിയെ നോക്കാനായിട്ടാണ് അമ്മ അങ്ങോട്ട് കൊണ്ടുപോകാത്ത. അല്ല, അമ്മയും കൂടെ പോയി ആ പട്ടിക്കുഞ്ഞിനെ ആര് നോക്കൂന്ന് പറയുമായിരുന്നു. ആ മുമ്പേ പട്ടിക്കുഞ്ഞെ നോക്കാനായിട്ട് ഒരു ഹിന്ദിക്കാരൻ ചെറുക്കുണ്ടായിരുന്നു. അവന്റെ അടുത്ത് ഞാൻ എന്ത് പറഞ്ഞാലും അവ അച്ഛാ അച്ഛാ എന്ന് മാത്രമേ വിളിക്കത്തുള്ളൂ. ഒന്നുമില്ലെങ്കിൽ ഞാൻ ഒരു അമ്മയല്ലേ, എന്നെ അമ്മ എന്ന് വിളിച്ച അവന് ഇത്രയ്ക്ക് വലിയ കുഴപ്പം എന്താണ്? എന്നെ അച്ഛാന്ന്
വിളിക്കട്ടെ എനിക്ക് സൂചിച്ചില്ല. ഞാൻ പറഞ്ഞു പെട്ടി കിടക്കത്തോട്ട് പാടാറക്കാൻ അവൻ പോയി. അമ്മ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായി. എന്നാ ശരി, ഞാൻ പോവാണെ കുറച്ച് കാര്യം. ഇല്ലടി അവിടെ ഈ പെണ്ണിന്റെ കുരുത്തക്കേടുകൾ ഞാൻ പറഞ്ഞു തുടങ്ങട്ട്. എനിക്ക് നൈറ്റ് ചപ്പാത്തി മതി, അത് നീ പരത്തണോന്ന് ഞാൻ ഇവളെടുത്ത് പറഞ്ഞു. എന്ത് അവള് പരത്തിയില്ലേ? പിന്നെ ഈ അടുത്തുള്ള എല്ലാ വീട്ടിലും ചെന്ന് എനിക്ക് ചപ്പാത്തി കൊതിയെന്ന് പറഞ്ഞ് പരത്തി. അമ്മ ഒന്ന് ക്ഷമിക്ക്. ഒരു ജോലി ഇല്ലെന്ന് പറഞ്ഞ് കുറച്ചു കാലം എന്റെ പുറകെ നടക്കുമായിരുന്നു. എത്ര കാലം നടന്നു? ഈ 2 കാലം കൊണ്ട് ഇങ്ങനെ തറുതല ഇതാണ് ഇവളെ മെയിൻ പ്രശ്നം. എടി നിനക്കൊരു സാമാന്യ ബോധമുണ്ട്. ഒരാളെ വീട്ടിൽ വിശേഷിച്ച് വന്നേക്കേ ഇല്ലേ, പോയി ചായ ഇൻഡക്ഷൻ കുക്കറിൽ പെട്ടെന്ന് ചായ ഇട്ടിട്ട് അപ്പൊ ഞാൻ ഇൻഡക്ഷൻ കുക്കർ ചായ വെക്കൂല. എന്ത് ഇൻഡക്ഷൻ കുക്കർ എരി ഒരുപോലെയാ. എന്ന് വെച്ചാ രണ്ടും കരണ്ട് കഴിഞ്ഞു. ഇതൊക്കെയാണ് ഒരു തമാശ. തമാശയാണെങ്കിൽ ഇവള് പറഞ്ഞ കറക്റ്റ് ആട്ടോ. കറണ്ട് തിന്നും. പിന്നെ അമ്മ ആള് പാവ. ഈ പ്രായത്തിലെ കുട്ടികളൊക്കെ ആകുമ്പോ കുറച്ച് സമ്പാദ്യശീലങ്ങളൊക്കെ വേണമല്ലോ. അത് മോള് പറഞ്ഞത് വളരെ ശരിയാണ്. സമ്പാദ്യശീലം നല്ല കാര്യമാണ്. എനിക്ക് സമ്പാദ്യശീലം പഠിപ്പിച്ചിരുന്നത് എന്റെ അധ്യയനാണ്. പുള്ളിക്കാരനാണെങ്കിൽ ഒരു വേട്ടക്കാരനായിരുന്നു. ഒരിക്കൽ അദ്ദേഹം വേട്ടയ്ക്ക് പോയപ്പോ നടുകാടായപ്പോ ഒരു പന്നിക്കൂട്ടം. ആ കൂട്ടത്തില് ഒരു കുഞ്ഞു പന്നിക്കുഞ്ഞ്, അല്ല കുഞ്ഞു ഒരു ചെറിയ പന്നി. അത് മതി, അത് മതി, അത് മതി. ഇദ്ദേഹം നേരെ പോയി ആ പന്നിയെ കയ്യിലെടുത്ത് അതിന്റെ മുതുകത്ത് പിച്ചാത്തി വെച്ച് ചെറിയൊരു ഹോളിട്ട് എന്നിട്ട് എന്റെ കൊണ്ട് തന്നിട്ട് പറയുക, ഇന്നാ കൊണ്ടുപോയി പൈസ ഇട്ട് വെക്കേ. അങ്ങനത്തെ ആളാണ്. എന്നിട്ട് ആ പന്നി അവിടെ വീട്ടിന്റെ അകത്ത് പൈസ ഇട്ട് വെച്ചേക്കുന്നു. ആ പന്നിയല്ല, ഈ കഥ പറഞ്ഞു തന്ന പന്നി അവിടെ. കഥ ഏറ്റില്ലല്ലേ? ഒട്ടും ഏറ്റില്ല. എന്റെ അധിയൻ എപ്പോഴും പറയും എനിക്ക് ഒരു കഥയും ഇല്ല. അത് മാത്രമല്ല എന്റെ മുന്നു മക്കളെ, ഞാൻ രാവിലെ എണീറ്റപ്പോഴത്തേക്കും എനിക്ക് തല കറങ്ങും. അതുകൊണ്ട് ഞാൻ രാവിലെ എണീറ്റ് എനിക്ക് തല കറങ്ങും ഞാൻ ഇവിടെ അടുത്ത് പറഞ്ഞു. നേരെ വിളന്തേതെന്നറിയാമോ? ഉടനെ പോയി ഫാൻ ഞാൻ കണച്ച്. അതിനെന്താ കുഴപ്പം? റൂമിൽ എന്തിനും 2 എണ്ണം കിടന്ന് കറങ്ങണത് 1 എണ്ണം കറങ്ങിയാ പോരെന്ന്. അങ്ങനത്തെ അവളാണ് അവള്. അത് മാത്രല്ല എന്റെ കുഞ്ഞമ്മയുടെ മക്കൾ എന്നെ കാണാൻ വേണ്ടി ഇവിടെ വന്നിരുന്നു. പാവം. അവരെ മുഖം കണ്ടപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, എടി മക്കളെ പാവം, എന്റെ പിള്ളേരെ മുഖം കാണാൻ ഒരു തെളിച്ചമല്ല. നീ എന്തെങ്കിലും അവർക്ക് കുടിക്കാൻ എടുക്കായി. ഇവളെന്തരേതെന്നറിയാമോ? ഉജാലയിലേക്ക് വെള്ളം കൊണ്ടു കൊടുത്തു. എന്തിന്? മുഖത്ത് വെട്ടം വെക്കാൻ. ഇത് തന്നോണ്ടല്ലോ. അമ്മേ അവരെ കാര്യം വിട്. അമ്മയ്ക്ക് സമയത്ത് നല്ല കഞ്ഞിയും വെള്ളവും തരുന്നുണ്ടോ? ചോദിച്ച കാര്യം നന്നായി. ഞാൻ പനി വന്ന് ഇവിടെ വിറച്ച് കിടന്നപ്പം ഇവളെനിക്ക് കുറച്ച് കഞ്ഞി കൊണ്ടുവന്നപ്പം ഞാൻ ചോദിച്ചു, എടി മക്കളെ തൊട്ടുകൂട്ടാൻ എന്തെങ്കിലും ഉണ്ടോന്ന്. അന്നേരം ഇവള് എങ്ങോണ്ടോ പോയി ഒരു കാൽക്കുലേറ്റർ കണ്ടുപിടിച്ച് വന്നിട്ട് എൻ്റെ അടുത്ത് പറയേലേ, ബാറ്ററി ചാർജ് കുറവാണ്, ശ്രദ്ധിച്ചു തൊട്ടുകൂട്ടണോ. ഇവളെയൊക്കെ ഞാൻ എന്തോന്ന് ചെയ്യണം ഞാന്? അതുകൊണ്ട് ഇനി ഇവളെ എനിക്ക് ഇവിടെ വച്ച് പറപ്പിക്കാൻ പറ്റൂല. നിങ്ങൾ വിളിച്ചോണ്ടോ. അമ്മ ഒന്നും കൂടെ ആലോചിച്ചിട്ട് പോരെ. ഒന്നും ആലോചിക്കാല്ലേ, എനിക്ക് പുതിയ ഹോം നേഴ്സിനെ കിട്ടിയേ പറ്റൂ. അമ്മ പറഞ്ഞിട്ടില്ലേ നിന്റെ സാധനങ്ങൾ എടുത്തിട്ട് ഇപ്പറയും കോണം. അവളെന്തിനു കൊണ്ടുപോണേ? അമ്മയല്ലേ പറഞ്ഞ പുതിയ ഹോം നേഴ്സിനെ വേണോന്ന്? അവൾ ഇവിടെ നിൽക്കട്ട്. അതെങ്ങനെ ശരിയാവും? എനിക്ക് പുതിയ ഹോം നേഴ്സിനെ വേണം. ആ കാര്യം സത്യമാണ്. അതിന് വെക്കേഷൻ അമ്മാമ്മയുടെ അവിടെ നിൽക്കാവുന്ന പേരക്കൊച്ചിനെ എന്തിനു കൊണ്ടുപോണ്? എങ്ങനെ മനസ്സിലായി? എന്റെ പൊന്നു മോള് കേട്ടിട്ടില്ലേ ചീര ചാരയെ തിരിച്ചറിയുമെന്ന്? ബ്ലഡിനെ തിരിച്ചറിയുമെന്ന് കേട്ടിട്ടുണ്ടോ കുട്ടി? അത് കേട്ടിട്ടുണ്ട്. ഇവളെ പോലെ തന്നെയായിരുന്നു ഇവളെ അമ്മയും ചെറുപ്പത്തിൽ കാണാനായിട്ട്. അതുകൊണ്ട് എനിക്ക് പുതിയ ഹോം നേഴ്സിനെ വേണം. പക്ഷെ വെക്കേഷൻ അമ്മാമ്മയുടെ അവിടെ നിൽക്കാവുന്ന പേരക്കൊച്ച് വെക്കേഷൻ തീരുന്നത് വരെ ഇവിടെ തന്നെ നിൽക്കും.